Hi friends, welcome back. 500 രൂപയ്ക്ക് താഴെ ഒരു മികച്ച ഇയർഫോൺ ആയിട്ടാണ് നമ്മുടെ റിയൽമിയുടെ ബഡ്സ് ക്ലാസിക് എന്ന് പറയുന്ന ഈ ഇയർഫോണിനെ എല്ലാവരും വിലയിരുത്തുന്നത്. നിങ്ങൾ എവിടെ ലിസ്റ്റിംഗ് എടുത്ത് നോക്കിയാലും അവിടെ കാണാം റിയൽമി ബഡ്സ് ക്ലാസിക് ഒരു ഗംഭീര ക്വാളിറ്റി ഉള്ള ഒരു ഇയർഫോൺ ആണെന്നാണ് പറയുന്നത്. സോ നമ്മളിത് എടുത്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ടെസ്റ്റ് ചെയ്യുവാണ്. ഇത് എങ്ങനെ ഉണ്ട്, ശരിക്കും ഈ പറയുന്ന ഒരു ബിൽഡപ്പ് ഒക്കെ ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്ത് നോക്കി. സോ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇത് ഓവറോൾ എങ്ങനെയുണ്ട്, ഇതിൻ്റെ ബിൽറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, റിയൽമി ബഡ്സ് ക്ലാസിക് എന്ന ഈ ഒരു ഇയർഫോണിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു നല്ല ക്വാളിറ്റി ആണെന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. ഞാനിത്തിരി ലേറ്റ് ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്, ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു 500 രൂപയ്ക്ക് താഴെ ഇത് എടുക്കാൻ പോയാൽ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യം എന്തായാലും ഇതിലൂടെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ബോക്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു നല്ല ഡീസൻ്റായ പാക്കിംഗ് തന്നെ. ഒരു ഇയർഫോണിന് ഈ ഒരു ബോക്സ് സഫീഷ്യൻ്റ് ആണ്. ഒരിത്തിരി നല്ല രസകരമായൊരു നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട് ഇതിൻ്റെ പാക്കിംഗ് എന്തായാലും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇയർഫോൺ കാണാം. നല്ല ഒരു ബ്രൈഡഡ് കേബിളാണ്, ടാങ്കിൾ ഫ്രീ ആണ്, നല്ല സ്ട്രോങ് ആയ ഒരു കേബിളാണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും കേബിളിൻ്റെ ഭാഗത്ത് കാണാനില്ല. ജോയിൻ്റൊക്കെ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഒരു ഇഷ്യൂവും കേബിളിൻ്റെയോ ബിൽറ്റ് ക്വാളിറ്റിയുടെയോ ഭാഗത്ത് പറയാനില്ല. ഓവറോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസൈനാണ് ഈ ഇയർഫോൺ അവർ കൊടുത്തിരിക്കുന്നത്. സോ ബിൽറ്റ് ക്വാളിറ്റി വൈസ് നല്ല സ്ട്രോങ് ആയ ഒരു ഇയർഫോൺ ആണ്. ഇതിൻ്റെ ഈ ഒരു ബഡ്സിൻ്റെ ഭാഗം നോക്കിയാൽ പ്ലാസ്റ്റിക് ആണ്, എങ്കിലും നല്ല സ്ട്രോങ് ആയ ഒരു ക്വാളിറ്റി ഉണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ല ക്വാളിറ്റിയുള്ള ബിൽറ്റ് തന്നെയാണ്. അപ്പോൾ 500 രൂപയ്ക്ക് താഴെ ഒരു ഇയർഫോൺ എന്ന രീതിയിൽ നിങ്ങൾ റിയൽമി ബഡ്സ് ക്ലാസിക് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ബിൽറ്റ് വൈസ് കംഫർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ചെവിയിലേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ടൈപ്പിൽ ഒരു സെമി ഇന്നിയർ ആണ്, ഒരു ഫുൾ ഇന്നിയർ അല്ല, സെമി ഇന്നിയർ ആണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കില്ല, ഒരു ആവറേജ് ലെവലിൽ ഒരു സെമി ലെവലിലേക്ക് കയറിയിരിക്കുള്ളൂ. ജസ്റ്റ് ഈ ഒരു പുറത്ത് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിളാണ്. കാരണം എൻ്റെ ചെവി അത്യാവശ്യം വലുപ്പമുള്ള ചെവിയാണ്. അപ്പോൾ അതിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. യാതൊരു ഇഷ്യൂ ഇല്ല. എനിക്ക് മ്യൂസിക് നല്ല രീതിയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ചെവി നല്ലോണം എനിക്കാൽ പോലും എനിക്കിത് വീണ് പോകുന്നില്ല, സെറ്റാണ്. പക്ഷേ ചെറിയ ചെവിയുള്ള ആൾക്കാർ, ഒത്തിരി വലിയ ചെവിയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് താഴേക്ക് വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഇത്തരത്തിലുള്ള എല്ലാ ഇയർഫോണുകളുടെയും കാര്യമാണ്. അത് ഈ ഒരു ഇയർഫോണിൻ്റെ മാത്രം പോരായ്മയല്ല. അതേപോലെ തന്നെ ചെറിയ ഈ ചെവിയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചെവിയിലേക്ക് കയറ്റി വെക്കുമ്പോൾ ചെവി വേദന എടുക്കുന്ന ഒരു പ്രശ്നവും വരുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യം ഒന്ന് ആലോചിക്കുക. അത് ഇയർഫോണിൻ്റെ ദോഷമായിട്ട് പറയല്ല. ഇൻ ഇയർഫോണുകൾ ധാരാളം ഈ പ്രൈസ് റേഞ്ചിൽ നല്ലതുണ്ട്. അപ്പോൾ അത് അല്ലാതെ ഇത് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂ കാര്യമായിട്ട് ഫേസ് ചെയ്തേക്കാം. അത് ഈ ഒരു ഇയർഫോണിൻ്റെ മാത്രമല്ല, ഏത് പ്രൈസ് റേഞ്ചിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഇയർഫോണുകളുടെ ഒരു പ്രശ്നമാണത്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഡിസൈൻ വൈസും കംഫർട്ട് വൈസും എനിക്കിതിൽ യാതൊരു ഇഷ്യൂവും തോന്നുന്നില്ല. വളരെ കംഫർട്ടായിട്ട് നൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോൾ ക്വാളിറ്റിയും കാരണം നോക്കിയാൽ ഒരു ആവറേജ് നല്ല ക്വാളിറ്റി ഉണ്ട്. യാതൊരു ഇഷ്യൂസും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് നോർമലി ഇത് വയേർഡ് ഹെഡ്ഫോൺ ആണ്, അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റിയിലൊന്നും ഇഷ്യൂസ് ഇല്ല. ഇതിൻ്റെ ഇവിടെ ഒരു സിംഗിൾ ബട്ടണോട് കൂടിയ മൈക്കും സിംഗിൾ ബട്ടണൊക്കെ അടങ്ങുന്ന ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഒരു ബട്ടൺ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ബട്ടണാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ തന്നെ മൈക്കും ഉണ്ട്. ഇതെടുത്ത് നമ്മുടെ ചുണ്ടിനടുത്തേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ വർത്താനം പറയുന്നതെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് സംസാരിക്കാം. യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ കോളിംഗ് പർപ്പസിനടക്കം ഇത് നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതാണ് 500 താഴെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ക്വാളിറ്റിയാണ്. വയേർഡ് ഹെഡ്ഫോൺ ആണ്, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ഒരു നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഈ റേഞ്ചിൽ പല ഇയർഫോണുകളും ഞാൻ ചെക്ക് ചെയ്തപ്പോഴൊക്കെ അതിനൊന്നും ഇത്ര ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചിലതുണ്ട്, അത് ഏതൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ വീഡിയോകളിൽ ഞാൻ പറയാം. കാരണം ബോട്ടിൻ്റെയൊക്കെ ചില ഇയർഫോണുകൾ ഇയർഫോണുകൾ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോകളിൽ പറയാം. ഇത് സെമി ഇയർ ആണ്, അതായത് ഇയർ അല്ല. എന്നിട്ട് പോലും ഇത് നല്ലൊരു ബേസ് ലെവൽ 14.2 mm ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരു നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്. എല്ലാ സൗണ്ട് ലെവലിലും ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ബേസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ബേസ് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 40 mm ഡ്രൈവറോ അല്ലെങ്കിൽ 35 mm ഡ്രൈവറോ ഒക്കെ വെച്ചുകൊണ്ട് നല്ല ബേസ് പഞ്ചായ സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇത് 500 രൂപ താഴെ നിൽക്കുന്ന ഒരു ഇയർബഡ് ആണ്, 14.2 mm ഡ്രൈവറാണ്. അപ്പോൾ ഇത്തരം ഇയർഫോണുകളെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ബേസ്, അതും 500 രൂപ താഴെയുള്ള ഹെഡ്ഫോണുകളിൽ കിട്ടുന്ന ഒരു ബേസ്, ആ ലെവലിൽ നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു നല്ല ബേസ് ഉള്ള, നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയർഫോണാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു സെമി ഇയർ എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളിത് യൂസ് ചെയ്ത് പരിചയമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഇഷ്യൂസും ഈ ഒരു ഇയർഫോണിൽ നേരിടാൻ പോകുന്നില്ല.
ഓവറോൾ നല്ല ബിൽറ്റ് ക്വാളിറ്റിയും നല്ല കോൾ ക്വാളിറ്റിയും നല്ല സൗണ്ട് ക്വാളിറ്റിയും അതിനൊപ്പം നല്ല ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ബേസും കൂടി ഉൾപ്പെടുന്ന ഒരു നല്ല ഇയർഫോണാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇതിൻ്റെ ഒരു മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ഇത് എൽ ഷേപ്ഡ് അല്ല, സ്ട്രെയിറ്റ് ആണ് ഈ ഒരു പിന്നെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും തോന്നുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അത് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്ന ഒരാളാണെങ്കിൽ മൈൻഡ് ചെയ്യാം. കാരണം ഇത് എൽ ഷേപ്ഡ് അല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ചിലർക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നാൻ വഴിയുണ്ട്. അപ്പം എന്തായാലും ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓവറോൾ ഇതിൻ്റെ ഒരു യൂസേജ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സെമി ഇയർ ആണ്. ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്, അതുകൊണ്ട് അതിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. സോ ഓവറോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഇയർഫോൺ നല്ല ക്വാളിറ്റിയാണ്. ഈ ഒരു ഷോർട്ട് ടൈം യൂസിൽ എനിക്ക് യാതൊരു ഇഷ്യൂസും തോന്നിയിട്ടില്ല. പക്ഷേ ലോങ് ടൈമിലേക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴേക്ക് അറിയില്ല. അതെന്തായാലും കുറച്ച് കാലം കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴേക്ക് എന്തായാലും ഇത് ഓവറോൾ എല്ലാ മേഖലയിലും ഒരു നല്ല ഇയർഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതാണ് റിയൽമി ബഡ്സ് ക്ലാസിക് എന്ന ഇയർഫോണിൻ്റെ എൻ്റെ ഒരു റിവ്യൂ. 500 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഒരു നല്ല ക്വാളിറ്റി ഇയർഫോൺ തന്നെയാണ് ഈ റിയൽമി ബഡ്സ് ക്ലാസിക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.